കർത്താവെ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെയാണ്. എൻ്റെ ഈശോയെ, എന്നെ കാത്തുപരിപാലിക്കുന്നതിനോർത്ത് എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യാപാരങ്ങളെ, എൻ്റെ പഠനങ്ങളെ, ഈശോയെ, എൻ്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ അവിടുന്ന് താങ്ങി നിർത്തുന്നതും പരിപാലിക്കുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. കർത്താവെ, അവിടുന്ന് ഈ ജീവശ്വാസം നൽകുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ ആരോഗ്യം തരുന്നതിനോട് നന്ദി പറയുന്നു. എന്നെ വഴി നടത്താനുള്ള കൃപ തന്നതിനോട് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയോടൊത്ത് ആരാധിക്കുവാനുള്ള അനുഗ്രഹം നൽകിയതിനോട് നന്ദി പറയുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, 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 പ്രാർത്ഥിക്കണമേ. യേശുവെ, നന്ദി, 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 നന്ദി കർത്താവേ. മക്കളെ, 15ാമത്തെ നിയോഗ പ്രാർത്ഥന. ഈ 15ാമത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കറിയാം, ഇന്ന് ധ്യാനം തുടങ്ങുകയാണെന്ന്. 16-ാം തീയതി ഉള്ള ധ്യാനം, താമസമുള്ള ധ്യാനം തുടങ്ങുന്നു. 19-ാം തീയതി ഞായറാഴ്ച വൺഡേ ധ്യാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മക്കളെ, നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ വേണം, ഒരുപാട് പ്രാർത്ഥന. കാരണം വരുന്ന മക്കൾക്ക് പാവബോധം, പശ്ചാത്താപം, മാനസാന്തരം കൊടുക്കണം. അതിനെ ഞങ്ങളെ പ്രാപ്തനാക്കണം. ഞങ്ങൾ അഭിഷേകത്തിൽ നിറയണം. പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഒരുപാട് വേണം. നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന വേണേ. കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹമായി മാറട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ താങ്ങുന്നതും എന്നെ നിർത്തുന്നതും എന്നെ വഴി നടത്തുന്നതും അവിടെ നിന്നാണല്ലോ. നമുക്കറിയാം, പരീക്ഷ എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചാൽ പരിഹാരം അവിടെ നിന്നായി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിത് ഓർക്കുന്നത്, നമ്മുടെ ധ്യാനം കൂടി പോയ ഒരു സഹോദരിയുടെ മകൻ ഇച്ചിരി ടഫാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പരീക്ഷകൾ എഴുതാൻ. എന്നാൽ ദൈവം അവൻ്റെ കൂടെയുള്ളത് കൊണ്ട് 2 ധ്യാനം കൂടിയിട്ട് പോയി പരീക്ഷ എഴുതുകയാണ്. ഒരു ധ്യാനം കൂടിയിട്ട് പോയി പരീക്ഷ എഴുതിയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. അവന് ടൈറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സാധാരണമെന്ന് ചെവിടിൽ ആ പാട്ട് കേൾക്കുകയാണ്. അവനങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ല, മറ്റേ ഇലക്ട്രിക് വർക്ക് ഒരു വീടിൻ്റെ ചെയ്ത് കാണിക്കണം. ഒരു കൊച്ചു പയ്യന് കത്തിച്ചു കൊടുക്കണം. അങ്ങനെ വന്നപ്പോൾ ഈ അത്ഭുതങ്ങൾ സാധാരണം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവനറിയാം ഇത് 3 മണിക്കൂറിൽ തീരുവില്ല എന്ന്, ഒരിക്കലും തീരുവില്ല എന്ന്. അപ്പോൾ ഒരു പാട്ട്, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു പാട്ട് കേൾക്കാണ്ട്, പരീക്ഷ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ആ പാട്ട് കേൾക്കുന്നു. അപ്പം തന്നെ ജഡ്ജികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. അവൻ സമയം വൈകുന്ന എഴുതി, കുഴപ്പമില്ല, അവൻ പരീക്ഷ എഴുതി, അവൻ പാസ്സായി. പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന മക്കളെ, റിസൾട്ടിന് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ, ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. നിന്നെ നിർത്തുന്ന ദൈവമാണ്, നിന്നെ നയിക്കുന്ന ദൈവമാണ്. നിൻ്റെ ബിസിനസ്സാണോ, ഇന്ന് നിൻ്റെ തൊഴിൽ, കൃഷി, വയലിലെ വേലകളാണോ, കേടുപാടുകളുണ്ടോ, പന്നിശല്യമാണോ, അതോടൊപ്പം തന്നെ ഏലക്കാടിൻ്റെ വർക്കാണ്, ഏലത്തോട്ടം, കടൽപ്പണിയാണോ, ഇന്ന് വലയടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന ദിവസമാണോ, നാളെ എന്നുള്ള ദിവസം നിൻ്റേതാണ്. ഈ നിമിഷം തന്നെ നിൻ്റെ വള്ളവും വലയും ആശീർവദിക്കപ്പെടട്ടെ. ബിസിനസ്സാണ്, വ്യാപാരങ്ങൾ, ചരുവത്തിൽ മീൻ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന മക്കളാണോ, അനുഗ്രഹമായി മാറട്ടെ. ഓഫീസ് ജോലിയാണോ, നീ എന്ത് ജോലി ചെയ്യുന്ന മകനായാലും മകളായിരുന്നാലും നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. കാരണം നീ മെമ്പർ ഓഫ് ബെഥേൽ മരിയൻ റിട്രീറ്റ് ടീം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ബെഥേൽ മാതാവിൻ്റെ ടീം മെമ്പറാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ എല്ലാം നമ്മുടെ ആവശ്യങ്ങളും ദൈവം സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മക്കളെ, വേദനയോടെ വന്ന മക്കളെല്ലാം ഒരു ആനന്ദത്തോടെ തിരിച്ചു പോകാൻ വേണ്ടി ധ്യാനക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മക്കളെ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. എൻ്റെ ഈശോയെ, ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കണ്ടറിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി മക്കളെ കൊടുക്കണമേ. മദ്യപാനിയായ മാതാപിതാക്കളുടെ കർത്താവെ, മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ, ഇവരുടെ കുഞ്ഞുങ്ങൾ
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവെ, അതിൽ നിന്ന് മോചനം കിട്ടുവാൻ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. സെൻറ്റ് ജോസഫെ, നീതിവാനായ ഔസപിതാവേ, മേരി മാതാവേ, പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചമ്മേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.